നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ മാരുതി ബ്രസയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രസയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അത്ഭുത വാഹനമാണ് ബ്രസ എന്ന് പറയാം. കാരണം ഈ വാഹനം വിപണിയിലെത്തിയിട്ട് 10 വർഷമായി. 10 വർഷത്തിനിടയിൽ 15 ലക്ഷം യൂണിറ്റുകളാണ് ബ്രസയുടേതായിട്ട് വിറ്റഴിഞ്ഞത്. ആദ്യത്തെ 4 വർഷം ഡീസൽ എഞ്ചിനും ഉണ്ടായിരുന്നു. ഫിയറ്റിൽ നിന്ന് സോഴ്സ് ചെയ്ത മൾട്ടിജെറ്റ് എഞ്ചിനായിരുന്നു. ആ സമയം വരെ നമ്പർ 1 ആയിരുന്നു വിൽപ്പനയുടെ കാര്യത്തിലും. പക്ഷേ അതിനുശേഷം ഡീസൽ എഞ്ചിൻ മാരുതി പിൻവലിച്ചപ്പോൾ വിൽപ്പന ഇടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഡീസൽ എഞ്ചിൻ നിർത്തലായി കഴിഞ്ഞപ്പോൾ ഇത് തന്നെ തക്കമെന്ന് കരുതി നമ്മുടെ ജൻസി പ്രക്ഷോഭത്തിനിടയിലേക്ക് ജോൺ ബ്രിട്ടാസ് കടന്നു കയറിയതുപോലെ ഹ്യുണ്ടായി ക്രെറ്റ കടന്നു കയറിയത്. പിന്നീട് ഇന്ന് വരെ ഹ്യുണ്ടായി ക്രെറ്റയാണ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന മോഡലായിട്ട് തുടരുന്നത്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ മാസവും 10,000-ലധികം യൂണിറ്റുകളാണ് ബ്രസയുടേതായിട്ട് വിറ്റഴിഞ്ഞത്. ആദ്യകാലത്ത് ഈ വാഹനം വന്നപ്പോൾ വിറ്റാര ബ്രസ എന്നായിരുന്നു പേര്. പക്ഷേ പിന്നീട് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വന്നപ്പോൾ അതിലേക്ക് വിറ്റാര, ഗ്രാൻഡ് വിറ്റാര എന്നുള്ള പേര് മാറിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ബ്രസ എന്ന് മാത്രമാക്കി ചുരുക്കിയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതുമ എന്ന് പറയുന്നത് ഇത്രയും കാലം 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിലൊരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ബലേനോ RS എന്ന് പറയുന്ന ആ ഒരു മോഡലായിരുന്നു. അത് വലിയ വിജയമൊന്നുമായില്ല. പക്ഷേ അതിനുശേഷം ഫ്രോങ്സ് വന്നപ്പോൾ ഫ്രോങ്സിൽ ഈ ഒരു എഞ്ചിൻ കൊണ്ടുവരികയുണ്ടായി. പക്ഷേ അതിനേക്കാളും പവർഫുള്ളാക്കിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ബ്രസയിൽ ആ ഒരു എഞ്ചിൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓടിക്കാൻ വളരെ രസകരമായ എഞ്ചിനാണ്. അതോടൊപ്പം തന്നെ നല്ല മൈലേജ് നൽകുന്ന എഞ്ചിനാണ്. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മോഡൽ ഓടിക്കണമെങ്കിൽ ഇപ്പോഴും 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ മാത്രമേ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുള്ളൂ. ഈ പറഞ്ഞ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിൽ ഇപ്പോഴും ഉള്ളത് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ്. ഇതുകൂടാതെ ചില എക്സ്റ്റീരിയർ മാറ്റങ്ങളും ഇൻറ്റീരിയർ മാറ്റങ്ങളും എല്ലാം ബ്രസയിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈജു നായർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ബ്രസയുടെ മീഡിയ ഡ്രൈവ് നടന്നിരുന്നു. അതിലെനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ മീഡിയ ഡ്രൈവിലെ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള നിങ്ങളെല്ലാവരും ഇവിടെ റെഡ് ചില വരകളും മറ്റും ഈ വാഹനത്തിൽ കണ്ടിരുന്നിരിക്കാം. പക്ഷേ അതിൽ ആക്സറിയാണ്. ഇതിൽ ആക്സറി ഫിറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മുൻഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ട് സംഭവിച്ചത് ബമ്പറിൻ്റെ ഭാഗത്ത് പാടെ മാറ്റം സംഭവിച്ചെന്നുള്ള കാര്യമാണ്. എന്തായാലും ബ്രസയിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഈ ഒരു വലിയ സ്റ്റീൽ ഫിനിഷുള്ള ഈ ഒരു ബാർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആയിരുന്നെ കുറച്ചൊരു ഭംഗിയാക്കുവാനും തോന്നുന്നു. പലരും അത് ഫുൾ ബ്ലാക്ക് ആക്കിയിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴെ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷ്, ഏറ്റവും താഴെയായിട്ടും അലൂമിനിയം ഫിനിഷ്, വലിയൊരു എയർ ഡാം, അത്തരം കാര്യങ്ങളെല്ലാം പുതിയ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള ഈ ഒരു ഫോഗ് ലാമ്പ് ഹൗസിങ്ങും വന്നിട്ടുണ്ട്. ആ ഭാഗമൊക്കെ ഭംഗിയായിട്ടുണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ്, അതിൽ ഡേറ്റ റണ്ണിങ് ലാമ്പുകൾ, അതാണ് ആ കാണുന്നത്. അതെല്ലാം ആ ഭാഗമെല്ലാം വളരെ നീറ്റാണ്. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഏറ്റവും പുതിയ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു പരമ്പരാഗത ലുക്കാണ് ഈ വാഹനത്തിന്. ആ പരമ്പരാഗത ലുക്ക് നിലനിർത്തിയിട്ടുമുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് മുൻഭാഗമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത്ര കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഈ ബോണറ്റിലുള്ള ലൈനുകളും എല്ലാം വളരെ ബോൾഡായിട്ടുള്ള ലൈനുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അതിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ മുൻഭാഗം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മാറ്റം സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പറയുക. ഏതായാലും പെട്ടെന്ന് ആ ഒരു മാറ്റം അനുഭവപ്പെടില്ല. അങ്ങനെ ഒരു മാറ്റം അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റെഡ് വരകളും മറ്റുമുള്ള ആ ഒരു ആക്സറി കിറ്റ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിൽ യാതൊരു മാറ്റവുമില്ല. അതായത് വശക്കാഴ്ചയിൽ മാറ്റമില്ലാത്തോട്ടിരുന്നു. ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ചേർന്നിട്ടുള്ള അലോയ് വീലിൻ്റെ ഡിസൈനിലുള്ള മാറ്റം മാത്രമാണ്. മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ ആ ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എഞ്ചിനുള്ള മാനുവൽ മോഡലാണ്, ടോപ്പ് എൻഡ് മോഡലാണ്. അതിൽ 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ ക്ലാഡിങ്, മുൻഭാഗത്തു നിന്നുള്ള ആ ക്ലാഡിങ് പിൻഭാഗത്തേക്കും നീളുന്നുണ്ട്. ഇവിടെ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ചെളി പിടിച്ചിരിക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ എന്നറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറേഴ്സിൽ ഇൻഡിക്കേറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. അതിനും ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു, അതിന് സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞല്ലോ പരമ്പരാഗത രീതിയിലുള്ള ഡോർ ഹാൻഡിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലഷ് ഡോർ ഹാൻഡിലൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു. അത്തരം കാര്യങ്ങളിലൊന്നും മാരുതി ശ്രദ്ധിച്ചിട്ടില്ല. മാരുതി ഈയിടെയായിട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞിട്ടില്ലേ പല കാര്യങ്ങളെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതായാലും ഈ ഒരു സി പില്ലറിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴേക്കും ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് നിറമുള്ള വാഹനമായതുകൊണ്ട് അത് എടുത്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവിടെയും ബമ്പറിൻ്റെ ഭാഗത്തേക്കാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ബമ്പറിൻ്റെ രൂപത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും എല്ലാം ഇവിടെ വന്നിരിക്കുന്നു.
അതോടൊപ്പം തന്നെ മനോഹരമായ ടെയിൽ ലാമ്പാണ്, അത് പറയാതിരിക്കാനാവില്ല. അതൊരു LED ടെയിൽ ലാമ്പ് അങ്ങനെ കാണുന്നു. അതിൽ സൈഡ് ഇൻഡിക്കേറ്ററൊക്കെ അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രസ എന്നുള്ള ബാഡ്ജിങ് വിറ്റാര എടുത്ത് കളഞ്ഞ് ബ്രസ അതിൽ കാണുന്നു. ഇവിടെ സ്മാർട്ട് ഹൈബ്രിഡ്, അതോടൊപ്പം തന്നെ ഈ ഒരു 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ എഞ്ചിൻ്റെ ആ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിരിക്കുന്നു. ഷാർഫിൻ ആൻറ്റിനെയും ഇൻഡിക്കേറ്റർ സ്പോയിലറും അതുപോലെ വൈപ്പർ, പിന്നെ ഡീഫോഗർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഏതായാലും ബൂട്ട് സ്പേസിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു മാറ്റം ഇതിലുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 338 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഇതിപ്പോൾ ഇന്നലെ അതിൻ്റെ ലോഞ്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഇതൊക്കെ ഇതിൻ്റെ തന്നെ ഇരിക്കുകയാണ്. 338 ലിറ്റർ എന്ന് പറയുന്ന ബൂട്ട് സ്പേസ് തുടരുന്നുണ്ടെങ്കിൽ പോലും ഒരു സംഭവം അപ്രത്യക്ഷമായിട്ടുണ്ട്. അത് സ്പെയർ വീലാണ്. ഇനി മുതൽ ബ്രസയിൽ സ്പെയർ വീൽ ഉണ്ടാകില്ല. പകരം ഈ ഒരു പങ്ക്ചർ കിറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് കൊണ്ട് കൂടുതൽ സ്പേസ് ഉണ്ടായി എന്നും കരുതാനാവില്ല. കാരണം അവിടെ ആ സ്പേസ് മുഴുവൻ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. എങ്കിലും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് എങ്കിലും ഒരു ആശ്വാസമുള്ള കാര്യമാണെന്ന് പറയാം. സൈഡിലൊക്കെ വളരെ ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന ഒരു ട്രേ പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വളരെ ഉയർന്ന ഒരു പ്രൊഫൈലൊന്നും അല്ലാത്തതുകൊണ്ട് സാധനങ്ങൾ എടുത്ത് വയ്ക്കാവുന്ന അവസ്ഥയും ഉണ്ട്, ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. എന്തായാലും വലിച്ച് തന്നെ അടയ്ക്കണം, ഞെക്കിയാലൊന്നും അടയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഫേസ് ലിഫ്റ്റ് ബ്രസയ്ക്ക് വന്നിരുന്നു ആദ്യകാലം തൊട്ട് തന്നെ 10 വർഷത്തിനിടയിൽ. പക്ഷേ അതൊന്നും ഒരു വലിയ ഫേസ് ലിഫ്റ്റായിട്ട് കാണാനാവില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആ ഒരു 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എൻജിൻ വന്നു എന്നുള്ള കാര്യമാണ്. അതിലും പക്ഷേ ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ ബ്രസ ആദ്യകാലത്ത് വന്നപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ചൊരു പ്രതിയോഗികളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഏറ്റവും അധികം മത്സരം നടക്കുന്നത് ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലാണെന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഫേസ് ലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ മറ്റ് പല വാഹനങ്ങളെക്കാളും ചില കാര്യങ്ങളൊക്കെ പിന്നിലാണെന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാരുതിയിൽ നിന്ന് നമ്മൾ കുറേ കൂടി മാറ്റങ്ങളൊക്കെ ഉള്ളൊരു മോഡലായിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ അത്ര വലിയ മാറ്റമില്ല. എങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. എന്തായാലും ഇൻറ്റീരിയർ കയറുമ്പോൾ പഴയ ബ്രസേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, വളരെ പ്രീമിയം ലുക്കുണ്ട്. കാരണം മുമ്പുണ്ടായിരുന്നെങ്കിൽ അറിയാമല്ലോ ഒരു മറൂൺ ലുക്കും അതോടൊപ്പം തന്നെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ബ്രഷ് സിൽവർ ഫിനിഷൊക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ബ്രോൺസ് നിറവും അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷും. അത് നല്ല പ്രീമിയം ലുക്കാണ്, അത് സംശയമില്ല. സീറ്റിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു ഡാഷ്ബോർഡിലൊക്കെ വന്നിരിക്കുന്നത് ആ 2 കളേഴ്സാണ്. ഇവിടെ ബ്ലാക്ക്, ഇവിടെ പിയാനോ ബ്ലാക്ക്, ഇവിടെ ബ്രോൺസ് കളർ, അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സീറ്റിലും ഞാൻ പറഞ്ഞല്ലോ, സീറ്റിലും കൊടുത്തിരിക്കുന്നത് അതേ കളേഴ്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ബ്രോൺസ് കളറും പിന്നെ ബ്ലാക്കാണ്. പിന്നെ ഈ ലെതർ സീറ്റ് നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്, ഇരിക്കുമ്പോൾ നല്ല സുഖമായിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത് ഇവിടെ 10.1 ഇഞ്ചിൻ്റെ ആ ഒരു വലിയ സ്ക്രീൻ, നിങ്ങൾ വിക്ടോറിയസിൽ കണ്ട അതേ സ്ക്രീൻ ഇതിലും എടുത്തൊരു ഫ്രീ സ്റ്റാൻഡിങ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം വളരെ ചെറിയ തോതിലെങ്കിലും ഇത് വിഷൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഓടിച്ചു പോകുമ്പോൾ. പക്ഷേ അത് കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഹൈറ്റൊക്കെ നമുക്ക് മാനുവലി ഉയർത്തിയിരിക്കാം. പക്ഷേ അപ്പോഴും ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും സീറ്റിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതൊന്നും പോരാ ഈ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊന്നും പോരാ. എന്തായാലും വെൻറ്റിലേറ്റർ സീറ്റുകളാണ്, അതിൻ്റെ സ്വിച്ചാണ് ഈ 2 സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള രീതിയിലാണ്. മാത്രമല്ല ആ സ്വിച്ചുകളൊക്കെ നിലവാരം എടുത്ത് പറയണം. ഇവിടെ വോളിയം കൺട്രോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ സി ടൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്, അതൊരു പഴയ രീതിയിലേക്ക് പോയി. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിന് മാനുവൽ ഗിയർ ബോക്സേ ഉള്ളൂ. അതിൻ്റെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഇവിടെ കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ ഒരു ഡിസൈൻ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു കൺസോളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ഡിസൈനൊക്കെ രസകരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്രോൺസ് നിറവും തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 സീറ്റുകളുടെയും വെന്റിലേഷൻ്റെ സ്വിച്ചുകളാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കൊന്നുമില്ല, സാധാരണ രീതിയിൽ വലിച്ചു വയ്ക്കുന്ന KSRTC ബസ്സിലെ ഗിയർ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ആ ഒരു ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, നല്ലൊരു ആംറസ്റ്റും അതും കൊടുത്തിട്ടുണ്ട്.
സ്വിച്ച് കീ ഫോബ് ഒക്കെ പഴയ രീതിയിൽ തന്നെയുള്ള എൻ്റെ പെട്ടെന്ന് എൻ്റെ ജിംനിയാണ് ഓർമ്മ വന്നത്, ആ രീതിയിൽ തന്നെയുള്ള കീ ഫോബും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയ സ്മാർട്ട് പ്ലേ പ്രോ എക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അതും വിക്ടോറസിൽ നിന്ന് എടുത്ത് തന്നെ, വിക്ടോറസ് ആണ് ഈ ഒരു സ്ക്രീനിൽ നിന്ന് വിക്ടോറസ് ആണെന്ന് പറയാം. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആമസോൺ അലക്സ, ആപ്പിൾ പിന്നെന്താ ക്ലൈമറ്റ് കൺട്രോള്, നാവിഗേഷൻ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കാണാം. പിന്നെ നല്ലൊരു എന്തായിരുന്നു റിവേഴ്സ് ക്യാമറ, 360 ഡിഗ്രി ക്യാമറ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുള്ള രീതിയിലാണ് സംഭവം. അതിൻ്റെ ഗ്രാഫിക്സൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം അത് മോശമല്ല. പിന്നെ ഉള്ളത് ആംബിയൻ ലൈറ്റിംഗ്. ഇതിലൊരു ഒരൊറ്റ കളർ ആംബിയൻ ലൈറ്റിംഗ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 64 കളേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിലാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മാരുതി ഇപ്പം പൊതുവെ മുന്നിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം ഇതിലും കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിരിക്കുന്നു. അത് ഏത് കമ്പനിയുടേതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മാരുതി ഏതൊരു കമ്പനിയുമായിട്ട് ചേർന്ന് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മോശമല്ലാത്തതുകൊണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ അല്പം ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലർക്ക്, ഉയരം കുറഞ്ഞവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതായിട്ടില്ല കേട്ടോ, ഇതൊന്നും അത്തരം കാര്യങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇന്നലെ വന്ന വാഹനമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വെൻറ്റിലേറ്റർ സീറ്റുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗം, അതായത് ഫോൺ ചാർജ് ചെയ്യുന്ന വയർലെസ് ചാർജിങ്ങിൻ്റെ ഭാഗത്തും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു അല്പം തണുപ്പിക്കും എന്നുള്ളത് തന്നെ, ഫോൺ ചൂടാകില്ല നമ്മളത് ചാർജ് ചെയ്യുമ്പോൾ എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മോശമല്ലാത്ത രീതിയിൽ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോടൊപ്പം നിൽക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ, ചെറിയ സാധനങ്ങളൊക്കെ വയ്ക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. ആംബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ഫാബ്രിക്കിന്. അതുകൊണ്ട് തന്നെ അതൊരു സുഖമുണ്ട്. പിന്നെ ഈ പില്ലറിൽ നമുക്ക് ഒരു ട്വീറ്ററൊക്കെ കാണാം. മ്യൂസിക് സിസ്റ്റം മോശമല്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സൺറൂഫാണ്. സൺറൂഫ് എന്ന് പറയുന്നത് സിംഗിൾ പെയിൻ സൺറൂഫാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതും ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ പിന്നിലാണെന്ന് പറയാം. അവിടെയെല്ലാം പനോരമിക് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബൂട്ട് വരെ എത്തുന്ന സൺറൂഫൊക്കെ ആയപ്പോൾ മാരുതി ഇപ്പോഴും സിംഗിൾ പെയിനുമായിട്ടിരിക്കുന്നത് ശരിയായൊരു കാര്യമല്ല എന്നാണ് പറയാനുള്ളത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ മാരുതിയുടെ തനത് സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്. അതിലിവിടെ ഫോണിൻ്റെ സ്വിച്ചുകളും മറ്റും കാണാം. ഈ ഭാഗത്ത് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ മ്യൂസിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പാഡ് ഷിഫ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളോ അതൊന്നും കൊടുത്തിട്ടില്ല. അതുകൂടെ ആകാമായിരുന്നു ടർബോ എൻജിനിൽ എന്നുള്ള കാര്യം. അത് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള വേറെ കാര്യം, എങ്കിൽ പോലും അതൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും അനലോഗ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അത് മോശമല്ല. നല്ല ക്ലാരിറ്റിയുള്ള, നല്ല ഒരു റെസൊല്യൂഷനൊക്കെയുള്ള ഒരു സ്ക്രീനൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ അതും ഡിജിറ്റൽ ആകാമായിരുന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ഒന്ന് അമർത്തി പിടിച്ചാൽ അദ്ദേഹം ഉയരുന്നു. അത് തീർച്ചയായിട്ടും പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സ്റ്റാർട്ടിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ലോ ഫ്യൂൽ എന്നാണ് കേട്ടോ കാണിക്കുന്നത്. വഴിയിലായി പോകുമെന്തോ, എന്തായാലും അതാണ് അവിടെ കാണുന്നത്. അതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെയാണ് കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോ ഹൈബ്രിഡ് ഉണ്ട്. അതായത് വാഹനം ഐഡിലാകുമ്പോഴത്തേക്കും വാഹനം നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ഉപയോഗിക്കാം. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാണാനുള്ള ഭംഗി തീർച്ചയായിട്ടും വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ സ്ക്രീനിൻ്റെ വലിപ്പവും വർദ്ധിച്ചു. എങ്കിലും മറ്റ് പല വാഹനങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നാവുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ പിൻഭാഗത്ത് 3 പേർക്ക് നിവർന്ന് സന്തോഷമായും സഹകരിച്ചും ഇരിക്കാവുന്ന വാഹനങ്ങളിലൊന്ന് ബ്രസ്സയാണെന്ന് പറയേണ്ടി വരുന്നതിൽ സന്തോഷമുണ്ട്. മറ്റ് പല വാഹനങ്ങളും, ഉദാഹരണം ഇപ്പോൾ നിങ്ങൾ വെന്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ, വെന്യൂൻ്റെ തൊട്ട് താഴത്തെ സെഗ്മെൻ്റ് ആണെങ്കിൽ പോലും ഏതാണ്ട് ഈ വലിപ്പമൊക്കെ ഉള്ള ഒരു വാഹനത്തിലൊന്നും 3 പേർക്ക് പിൻഭാഗത്ത് സുഖമായിരിക്കാൻ പറ്റുന്ന ഷോൾഡർ റൂം ഇല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ 3 പേർക്ക് ക്ലീൻ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു 5 സീറ്റർ വാഹനമായിട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു വാഹനത്തെ കരുതാൻ. അപ്പോൾ ആംബ്രസ്റ്റ് ഉണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സീറ്റ് 2 സീറ്റുകൾ ഏകദേശം കുറച്ച് മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, അതിലൊന്നും മോശമില്ല. അതോടൊപ്പം തന്നെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോർ എന്ന് പറയാൻ അല്പം ഉയർന്നു നിൽക്കുന്നുണ്ട്. സെൻറ്റർ ടണലെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല നടുവിലിരിക്കുന്ന ആൾക്ക്. ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അത് സി ടൈപ്പ് കേട്ടോ. മുൻഭാഗത്ത് സി അല്ലെങ്കിൽ ഇവിടെ സിയും പഴയ ടൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ടൈപ്പിൻ്റെ പേര് ഏതെന്നാണോ ബി എന്നാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ പോളിടെക്നിക്കലി പോകാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുവിടാം. പിൻഭാഗത്തേക്ക് AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. നല്ല സുഖമായിട്ട് കാല് ചേർന്നിരിക്കുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. സീറ്റ് നല്ല കംഫർട്ടബിൾ സീറ്റാണ്. പിന്നെ ഇവിടെ ഒരു മൊബൈൽ ഫോൺ വയ്ക്കാം. ഇനിയും നിങ്ങൾക്ക് ആക്രാന്തം കൂടുതലാണ് 2 മൊബൈൽ ഫോൺ ഇവിടെ വയ്ക്കാം. പിന്നെ ഇഷ്ടംപോലെ മൊബൈൽ ഫോൺ ഇവിടെയും വയ്ക്കാം. ആ രീതിയിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേപ്പറൊക്കെ വയ്ക്കാവുന്ന ഒരു ഭാഗം. ഡോർ പാഡിലേക്ക് പോയാൽ ഒരു സിംഗിൾ ബോട്ടിൽ വയ്ക്കാം. നല്ലൊരു മോശമല്ലാത്ത ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഏതായാലും പിൻഭാഗത്ത് 3 പേർക്ക് ഇരിക്കാൻ
നല്ല കമ്പനി ഉദ്ദേശിക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം വെച്ചാൽ 2 ഹെഡ് റെസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 3 പേര് ഇരിക്കുമല്ലോ, നമ്മൾ 4 പേര് വരെ ഇരിക്കും. അതാണ് ഇന്ത്യക്കാരുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും അങ്ങനെ സ്പേസിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളിലൊക്കെ മുന്നിലാണെങ്കിലും ഇതൊക്കെ പിന്നിലേക്ക് വരാമായിരുന്നു. അതായത് സൺ റൂഫ് പിന്നിലേക്ക് വരാമായിരുന്നു. ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് കൊടുക്കാമായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അത്തരം പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും എപ്പോഴും സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്നൊരു വാഹന നിർമ്മാണ കമ്പനി എന്നുള്ള നിലയ്ക്ക് വിലയൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കും ഇതിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ ഉണ്ടാവും, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള സമയത്ത് പോലും ബ്രസ ഒരിക്കലും വില വളരെയധികം കൂട്ടിയിട്ടില്ല. കാരണം 1.5 ലിറ്റർ എഞ്ചിൻ വരുമ്പോഴേക്കും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ കാര്യമായ രീതിയിൽ കൂടും. പക്ഷേ അതെല്ലാം കമ്പനി തന്നെ സഹിച്ചുകൊണ്ട് വില അല്പം കുറച്ചാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ലിറ്റർ ബൂസ്റ്റർ കിറ്റ് വരുമ്പോഴാണ് എക്സൈസ് ഡ്യൂട്ടി ബെനിഫിറ്റൊക്കെ കുറച്ചെങ്കിലും ബ്രസയുടെ കാര്യത്തിൽ മാരുതിക്ക് കിട്ടാൻ പോവുക. അപ്പോഴും പഴയ കാലത്ത് പോലും വലിയ വില കൂട്ടാതെ പിടിച്ചു നിർത്തിയിരുന്നുള്ള കാര്യം മറക്കരുത്. തല മറന്ന് എണ്ണ വയ്ക്കരുത്, മാരുതിയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഓടിച്ചു നോക്കാം. മാരുതിയുടെ വാഹനങ്ങളിൽ ഒരു കാര്യമായ രീതിയിലൊരു മാറ്റം സംഭവിച്ചത് ബ്രസയുടെ ഇടയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ്. അതിനുശേഷം ബലേനോ പുതിയത് വന്നപ്പോഴാണ് പൂർണ്ണമായും ഇൻറ്റീരിയറിലൊക്കെ മാറ്റം സംഭവിച്ചത്. എന്തായാലും അന്നും ഇന്നും എന്തുകൊണ്ടാണ് ഈ ബ്രസ നമ്മളൊരു പ്രിയപ്പെട്ട വാഹനമായിട്ട് തുടരുന്നതെന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ വളരെ കോമ്പാക്ട് സൈസ്. 2, സീറ്റിൻ്റെ ഹൈറ്റ്. അതോടൊപ്പം തന്നെ 3 പേർക്ക് പിൻഭാഗത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. വെയിലാണ്, നടക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രസയെ വർഷങ്ങളായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാക്കി നിലനിർത്തുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞ പോലെ പുതിയ പുതിയ വാഹനങ്ങൾ വരുന്നു, പുതിയ കമ്പനികൾ വരുന്നു, അവരുടെ പുതിയ മോഡലുകൾ വരുന്നു. ഇതൊന്നായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലല്ല മാരുതി ഇപ്പോഴും ബ്രസയെ കൊണ്ടു നടക്കുന്നത്. ഈ ഒരു വരവിൽ അങ്ങനെ കുറേ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുള്ളൂ. അതിലേറ്റവും പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എഞ്ചിനാണ്. അതിന് മൈലേജ് കൂടുതലുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഗഡ്കരിയുടെ E20 ഒഴിച്ചാലുള്ള അവസ്ഥ അറിഞ്ഞുകൂടാ. അത് ഗഡ്കരിക്കും ദൈവത്തിനും മാത്രമേ അറിയാവുള്ളൂ എന്താണ് സംഭവം എന്നുള്ള കാര്യം. എന്തായാലും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റാപ്പിഡ് ഫയർ ചെയ്തപ്പോൾ അതിൽ വന്ന ജിംനി യുടെ ഓണർ പറഞ്ഞത് അദ്ദേഹത്തിന് പകുതിയോളം മൈലേജ് കുറഞ്ഞു എന്നുള്ള കാര്യമാണ്. അപ്പോൾ E20 ഈ വാഹനത്തിൻ്റെയും കമ്പനി പ്രഖ്യാപിച്ച മൈലേജിനെയൊക്കെ അപഹരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ഇപ്പോഴും സംശയം നിലനിൽക്കുന്നേ ഉള്ളൂ. ഏതായാലും പഴയ ഗുണങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട്. എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് ആണ് ഇത്തവണ നമുക്ക് കൂടുതലായിട്ട് പറയുന്നൊരു കാര്യം. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഇതുമായിട്ടുള്ള വ്യത്യാസം പ്രധാനമായിട്ടും പവറിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ ഇനിഷ്യൽ പിക്കപ്പിൻ്റെ കാര്യത്തിലും ടോർക്കിൻ്റെ കാര്യത്തിലെല്ലാം വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു എഞ്ചിൻ ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ബലേനോ RSലാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അതിൽ 98.62 BHP ആയിരുന്നെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ പവർ കാര്യമായിട്ട് കൂടി. അതുപോലെ തന്നെ ടോർക്കിൻ്റെ കാര്യത്തിലും വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആകെയുള്ളൊരു കുറവ് ഫ്രോങ്സിൽ ഈ ഒരു എഞ്ചിനിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, അത് മാരുതിയുടെ ഏറ്റവും മികച്ച ട്രാൻസ്മിഷനാണ്. അതുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ അതില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുള്ള മോഡലാണ്. അതിൽ 6 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സമയത്തെ മറ്റ് വാഹനങ്ങളെല്ലാം 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനൊക്കെ ഉള്ളപ്പോൾ 1.5 മാരുതി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് അത്ഭുതകരമായ കാര്യമാണ്. അതിന് കൂടുതൽ മൈലേജ് ഉണ്ട് എന്നുള്ളതായിരിക്കാം കാരണം. എന്തായാലും ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നതോടുകൂടിയാണ് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട വാഹനത്തിൽ ഇത് 98.62 BHP ആയിരുന്നെങ്കിൽ ഇപ്പോൾ 110 BHP ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 170 ന്യൂട്ടൺ മീറ്ററാണ് ഇപ്പോൾ മാക്സിമം ടോർക്കായിട്ട് പറയാവുന്നത്. എന്തായാലും 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെതായ ചെറിയൊരു എഞ്ചിൻ സൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. വളരെ ചെറിയ RPMൽ പോലും അങ്ങനെ ഒരു മടി കാണിക്കുന്ന എഞ്ചിനല്ല എന്നുള്ളതുകൊണ്ട് തന്നെ മടുപ്പിക്കാത്തൊരു ഡ്രൈവ് ഈ ഒരു വാഹനം ഉറപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ലൈറ്റ് ക്ലച്ചാണ്. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ ഈസിയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് പവർ ഒട്ടും തന്നെ പോരാ എന്നൊരവസ്ഥയില്ല. നമുക്ക് 6 സ്പീഡിലൊക്കെ പോകുമ്പോൾ അങ്ങേയറ്റം സ്മൂത്താണ്. ഏതാണ്ട് 12 സെക്കൻഡോളം വേണം 100 കിലോമീറ്റർ വേഗമെടുക്കാൻ ഈ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിന്. ഏതാണ്ട് 12 സെക്കൻഡ് വേണം ഈ 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എഞ്ചിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അത് പക്ഷേ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്ററിനേക്കാളും ക്വിക്കറാണെന്നാണ് പറയേണ്ടത്. അതുപോലെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 19.96 ആണ് 1.5 ലിറ്ററിന്
കമ്പനി പറയുന്ന മൈലേജ്. പക്ഷേ ഇതിന് ഈ ഒരു ടർബോ ബൂസ്റ്റ് എഞ്ചിന് 20.47 കിലോമീറ്റർ മൈലേജും കമ്പനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം സസ്പെൻഷനാണ്. 16 ഇഞ്ച് ടയേഴ്സും നല്ല മികച്ച സസ്പെൻഷനും വളരെ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം കൂടി ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് ഒരു ആസ്വാദികരമാക്കുന്നുള്ള ഒരു സംശയമില്ല. എങ്കിലും ഓട്ടോമാറ്റിക് ഇല്ലാതെ എപ്പോഴും നമുക്കൊരു മിസ്സിംഗ് ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. എന്തായാലും ഈ സെഗ്മെൻറ്റിലെ മറ്റേതൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്താലും പ്രധാനമായിട്ടും ഹ്യുണ്ടായി വെന്യൂ, കിയ സോണറ്റയ്ക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10 BHP എഞ്ചിൻ പവർ കൂടുതലുണ്ട്. ഈ 1 ലിറ്റർ ടർബോ പെട്രോളിന് 2 ന്യൂട്ടൺ മീറ്റർ ടോർക്കും കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പവർഫുൾ വാഹനം ഇത് തന്നെയാണ് ഈ സെഗ്മെൻറ്റിൽ എന്ന് പറയാം. സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു വാഹനത്തിന് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. കൂടാതെ 6 എയർ ബാഗ് പോലുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നു. മുന്നിലെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ വിക്ടോർസിലുള്ള അത്രയും അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ബ്ലൈൻഡ് സ്പോട്ട് വാണിങ്ങും റിയർ ക്രോസ് ട്രാഫിക്കും പോലുള്ള കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള അഡാസിൻ്റെ സിസ്റ്റം അത് ഏറ്റവും കൂടുതലുള്ളത് വിക്ടോറിയസിലാണെങ്കിൽ അത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും പല കാര്യങ്ങളും പിന്നിലാണെങ്കിലും മാരുതിയുടെ വാഹനങ്ങൾ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കാനുള്ള കാരണങ്ങൾ പലതുണ്ട്. സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1 മൈലേജ് അല്പം കൂടുതലാണ്, 2 മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, 3 റീസെയിൽ വാല്യൂ കൂടുതലാണ്. അത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ ഒരു വാഹനം നമുക്ക് വിട്ടുകളയാൻ തോന്നില്ല. തന്നെയുമല്ല ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലൊന്നും ഒരു മോശവും പറയാനില്ല. നല്ല പ്രീമിയം ഇൻറ്റീരിയർ ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയും അതോടൊപ്പം തന്നെ ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഈ ഒരു വിലയ്ക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന ഒരു വാഹനമായിട്ട് തന്നെയാണ് കാണേണ്ടത്. പക്ഷേ നിങ്ങൾ കൊറിയൻ വാഹനങ്ങളിലേക്ക് കയറുമ്പോഴുള്ള പനോരമിക് സൺറൂഫ് പോലെയുള്ള ചില പുകകൾ ഈ വാഹനത്തിലില്ല. എങ്കിലും വളരെ ഡീസൻ്റായിട്ട് കൊണ്ടു നടക്കാവുന്ന വാഹനമെന്ന് തന്നെയാണ് നമുക്ക് ബ്രസയുടെ പുതിയ മോഡലിനെയും പറയാവുന്നത്. എങ്കിലും മാരുതി ഈ ഒരു മത്സരത്തിൽ ഇനിയും മുന്നിലെത്തണമെങ്കിൽ പല കാര്യങ്ങളും അവരുടെ വാഹനങ്ങൾ വരേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും ഉദാഹരണം മാരുതിയുടെ ആ ഒരു പ്രോഡക്റ്റ് ലൈനിൽ തന്നെയുണ്ട്. അത് വിക്ടോർസാണ്. പക്ഷേ വിക്ടോർസിൻ്റെ കാര്യത്തിൽ ചിലർക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കുറച്ച് ഇവിടെ നന്നാക്കാമെന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വിക്ടോർസ് ഏതൊരു കൊറിയൻ വാഹനത്തിനോടും ഒപ്പം നിൽക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് മറ്റു വാഹനങ്ങളും വരണം. രൂപത്തിൻ്റെ കാര്യത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ബ്രസയെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബ്രസയ്ക്ക് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ മാരുതി ബ്രസയുടെ വില ആരംഭിക്കുന്ന 7.4 ലക്ഷത്തിലും അവസാനിക്കുന്ന 13.55 ലക്ഷത്തിലുമാണ്. ഈ വാഹനത്തിൻ്റെ ഈ 1 ലിറ്റർ ടർബോ ബൂസ്റ്റ് എഞ്ചിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലിനേക്കാൾ 2 ലക്ഷം രൂപ കൂടുതലാണ് ഇതിൻ്റെ ടോപ്പ് എൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ, അതായത് 1.5 ഓട്ടോമാറ്റിക് മോഡലിൽ. ഫോങ്സിൻ്റെ കാര്യത്തിൽ ഫോങ്സിൻ്റെ ഈ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി മാരുതി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതിലത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ഗംഭീര വാഹനമായിട്ടിത് മാറുകയും ചെയ്യും. കാരണം ഞാനൊരു ഓട്ടോമാറ്റിക്കിൻ്റെ ആളായതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത്. എന്നാൽ 2017 ആദ്യമായിട്ട് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ മാരുതി കൊണ്ടുവന്നത്. അന്നൊരു കുറച്ച് പ്രീമച്ചുറായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആ കാലത്ത് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്നും പറഞ്ഞാൽ അത്ര വ്യാപകമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അന്ന് ജനങ്ങൾ ഏറ്റെടുക്കാറ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ധാരാളം വാഹനങ്ങൾ 1 ലിറ്റർ ടർബോ എഞ്ചിനൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആൾക്കാർ ഇത് ഏറ്റെടുത്ത് തുടങ്ങുന്നുള്ളൊരു സംശയമില്ല. എന്തായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റിൽ കിട്ടിയൊരു വാഹനമാണ്. ആദ്യമായി മാരുതിയുടെ വാഹനങ്ങളിൽ 5 സ്റ്റാർ റേറ്റിംഗ് ക്രാഷ് ടെസ്റ്റ് കിട്ടിയതും അന്നക്കാലത്ത് ബ്രസയ്ക്കാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈലേജ് 20 കിലോമീറ്റർ അടുത്ത് മൈലേജും പല വേരിയൻസിലും കമ്പനി പറയുന്നുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്ന വാഹനമായിട്ടാണ് നമുക്കിതിനെ പറയേണ്ടത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇനിയും കമ്പനി കുറേ മുന്നോട്ട് പോകാനുണ്ട് കമ്പയർഡ് ടു അതർ വേരിയൻസ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. എന്തായാലും മോശമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഇത് കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ കുറേ കൂടിയൊക്കെ ഒരു മാറ്റം എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇൻറ്റീരിയറിലെ മാറ്റം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എക്സ്റ്റീരിയർ ഇപ്പോഴും വലിയ മാറ്റമില്ല തുടരുന്നു എന്നുള്ളത് ഒരല്പം മാനസിക വിഷമം ഉണ്ടാക്കി എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. എങ്കിൽ പോലും എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു വാഹനമാണ്. 15 ലക്ഷം ബ്രസകളാണ് ഇന്ത്യയിലെ റോഡുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ അടുത്ത ഒരു ബ്രസ് വരുമ്പോഴേക്കും കുറേ മാറ്റങ്ങൾ മാരുതി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും മഴയ്ക്ക് മുമ്പേ